നീ ചെയ്തെടുത്ത ഏറ്റവും ലൈഫിൽ റിസ്ക്കാണ് ഈ പടം. ഇത് നീ പാളിയുന്ന എല്ലാം പാളില്ല. 100 കോമഡി അറിയുമ്പോൾ ചിലപ്പോൾ ഒരു 70 തന്നെ വർക്കാവും, ബാക്കി 30 ചീറ്റി പോകും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ചില പാളിയ സീൻസും ഉണ്ട് അതിനകത്ത്. കോമഡിയാണ്, നമുക്കതിനകത്ത് കോമഡി വയ്ക്കാനേ പറ്റുള്ളൂ. ചിരിക്കേണ്ടത് നാട്ടുകാരാണ്. അപ്പോൾ ചിരിച്ചില്ലെങ്കിൽ പാളി തന്നെയാണ്. അത് രാജുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, രാജു സ്ഥിരം കാണിക്കുന്ന മാനറിസംസ് വേണ്ട, ഇല്ലെങ്കിൽ രാജു ഇങ്ങനെ പെർഫോം ചെയ്യണം, അങ്ങനെ പെർഫോം ചെയ്യണ്ട എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. ബേസിൽ അഭിനയിക്കുമ്പോൾ ബേസിൽ ഇച്ചിരി ഓവറാവാണെങ്കിൽ പാളുകയാണെങ്കിൽ ഞാൻ ബേസിൽ ഹോയ് ഓൾ ദിസ് ഈസ് കോക്ക് ബേസിൽ തീരെ വയ്യ എന്ന് പറയുന്നൊരു സാധനം ഡയലോഗ് പറയുമ്പോൾ ഓ പാളി എന്നുകൊണ്ട് ബേസിൽ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യും. സിനിമയുടെ കളക്ഷനൊക്കെ അത് ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. പക്ഷേ നമ്മളത് റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം പേടി സിനിമാക്കാർക്കുള്ളത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയുണ്ട്. അവൻ എൻ്റെ പടം ഇഷ്ടമല്ല, അവനെ ഇഷ്ടപ്പെടുത്തണം, അവനെ ചിരിപ്പിക്കില്ല, അവനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുന്ന പറയിക്കണം എന്ന് പറയുന്നൊരു വാശി രാജുവും യോഗി ബാബുക്കും വന്നുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ടൈറ്റായി പോയത്. ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളൊന്നും ഇല്ലാത്ത ഒരു 10-40 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുന്ന ആക്ടേഴ്സിനെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ടൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്ടർ വിപിൻ ദാസ്, ദ ഷെമിൻ സ്റ്റുഡിയോയിൽ. ഹലോ. ഇതുവരെ ചെയ്ത ജോണറിന് മാറിയൊരു സിനിമ, അതൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ, ഹ്യൂമർ എൻ്റർടൈനറാണ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ചെയ്യാനാണ് ഏറ്റവും പാടെന്ന്. കാരണം ഒന്ന് പാളിയ ചളിയാവുമല്ലോ. അങ്ങനെയായിരുന്നോ? അതെ, ഏറ്റവും പാടുള്ള സിനിമ എനിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ കണ്ടന്റ് ഇല്ലാത്തതിൻ്റെ എല്ലാ പരിമിതികളും ആ സിനിമയിലുണ്ട്. ഒരു ഡെപ്തുള്ള കഥയോ ക്യാരക്ടേഴ്സോ ഒന്നും ഇല്ലല്ലോ. അപ്പം ആളുകളെ പിടിച്ചിരുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വർക്കായെന്ന് വിചാരിക്കുന്നു. അല്ല, വർക്കായി എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഷോ ഹിറ്റിലേക്ക് പോകുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഓഡിയൻസ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു, ലോജിക്കിൽ മാറ്റി വെച്ചിട്ട് വരണം എന്നുള്ളത്. അതൊരു മുൻകൂർ ജാമ്യം തന്നെയായിരുന്നോ? ഉറപ്പായിട്ടും. അത് എനിക്ക് ഓഡിയൻസിനോട് അതിന് പ്രത്യേക താങ്ക്സ് പറയണ്ടാവും. കാര്യം അവരത് ജയജയായിട്ട് കമ്പയർ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ച് ലോജിക്കും ബുദ്ധിയൊക്കെ തിയേറ്ററിന് പുറത്ത് വെച്ചിട്ട് അകത്ത് കയറി വന്നെങ്കിൽ ഭയങ്കര നല്ല ആൾക്കാരായിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി അങ്ങനെ പറയുമ്പോൾ നമ്മൾ ലോജിക്ക് മാറ്റി വെച്ചിട്ടാണോ വരേണ്ടത്, അല്ലെങ്കിൽ സിനിമയിൽ ഇന്നായി കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോവുകയാണോ നാച്ചുറലി ചെയ്യേണ്ടത്? എന്നാലും ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നി. നാച്ചുറലി മറന്നു പോകണമെന്നാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറേ ബാഗേജുമായിട്ട് നമ്മൾ വരും. പൃഥ്വിരാജ് കുമാരൻ, ബേസിൽ ജോസഫ്, ഇപ്പം ജയജയകേഷൻ്റെ സിനിമ, യോഗി ബാബു വരുന്നുണ്ട്, പിന്നെ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഗുരുവായൂരമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന കുറേ ബാഗേജ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി വരുന്ന കുറച്ച് നന്നായിരുന്നു തോന്നി. അത് ഒഴിവാക്കി തന്നെയാണ് എല്ലാവരും വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. സിനിമ കണ്ട ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി വർക്കായി, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവസാനത്തെ കുറച്ച് സമയത്ത് ഈ പറഞ്ഞല്ലേ ഫുള്ളി എല്ലാ ഈ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കേണ്ടി വരുന്നു. അത് ചെറിയ തോതിലെങ്കിലും വിമർശനമായിട്ട് വരുന്നുണ്ട്. അത് ശ്രദ്ധപ്പെട്ടിരുന്നോ? വരും. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കോമഡി സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു 100 കോമഡി അറിയുമ്പോൾ ചിലപ്പോൾ ഒരു 70 തന്നെ വർക്കാവും, ബാക്കി 30 ചീറ്റി പോകും. അപ്പോൾ ആ ചീറ്റിപ്പോയ 30 സെക്കൻഡ് ഹാഫിൽ എവിടേക്കാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കറിയില്ലല്ലോ തിയേറ്ററിൽ ആളുകൾ ചിരിക്കില്ലെന്ന്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനിലൊക്കെ ആളുകൾ ഭയങ്കര ചിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച സീൻസ് ഉണ്ട്, അതൊക്കെ നല്ല പൊട്ടി ചിരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുമെന്ന് വിചാരിച്ച് എൻജോയ് ചെയ്യുന്ന വിചാരിച്ച സീനുകൾ താഴെ പോയിട്ടുണ്ട്. അപ്പം ഇതൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ഫില്ല് ചെയ്തിടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചില ജോമോൻ്റെ കോമഡികളൊക്കെ യങ്സ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രായത്തിൽ ഉള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല. ഈ പിക്കപ്പ് ലൈനൊക്കെ പറയുമ്പോൾ അതെന്താണെന്നുള്ളതാണ് കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് ജനറേഷനെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചില സാധനങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചില സാധനങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള സാധനം എപ്പോഴും വരും. ബാലൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും രണ്ടുപേർക്ക് ഇഷ്ടപ്പെടാത്ത ഏരിയസും ആ പടത്തിലുണ്ടാവും. കാര്യം ഞമ്മല്ല കോമഡിയാണ്, നമുക്കതിനകത്ത് കോമഡി വയ്ക്കാനേ പറ്റുള്ളൂ. ചിരിക്കേണ്ടത് നാട്ടുകാരാണ്. അപ്പോൾ ചിരിച്ചില്ലെങ്കിൽ പാളി തന്നെയാണ് അത്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ചില പാളിയ സീൻസും ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ നാടോടിക്കാറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ടേ റിലീസിന് മുമ്പ് ചെന്നൈയിലിരുന്ന് കാണുമ്പോൾ അവർക്ക് ഒരിടത്ത് പോലും ചിരി വന്നില്ല എന്ന് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. സത്യനന്ദിക്കാടും ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജയഹേ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ തീരുമാനിച്ചിരുന്നു ഇത് ഷുവർ ഹിറ്റാണ്, എല്ലാവരെയും വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് എന്തായിരുന്നു? ആദ്യം ചിരിച്ചില്ല. ആണോ? എല്ലാവരും ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം. ക്രൂ ഉണ്ടായിരുന്നു? ഫുൾ ക്രൂ അല്ല, അല്ല ഞങ്ങൾ വേണ്ടപ്പെട്ട 10-20 പേര്. പിന്നെ എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നു, കൊള്ളാം, പക്ഷെ ചിരിച്ചിട്ടൊന്നുമില്ല ആരും. അപ്പം ഞാൻ വെച്ചു അയ്യോ പാളി എന്നുള്ള രീതിയായിരുന്നു. പലർക്കും നെഗറ്റീവായിട്ട് തോന്നി. തീരെ വർക്കാവാത്ത ആൾക്കാരുണ്ട്, ഡിസാസ്റ്റർ ആവുമെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയില്ല തിയേറ്ററിൽ ചിരിക്കും എന്നുള്ളത് ഞാനും പറയുമ്പോഴും ചിലർക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്നുണ്ടായിരുന്നു. ഈവൻ പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര കോൺഫിഡൻസ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ സൈഡിലാണ്. E4-നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും ഭയങ്കര കോൺഫിഡൻസ്. അവരെന്നെ വിളിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന ബിബിൻ ഹിറ്റാവും, ടെൻഷൻ അടിക്കേണ്ട, അവർ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. റിലീസിന് മുമ്പ് കാണുമ്പോഴും ആ ഒരു പേടിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ്
ഫസ്റ്റ് സീനിൽ ആളുകൾ ചിരിച്ചപ്പോൾ എനിക്ക് നമ്മൾ ചിരിക്കില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് ആളുകൾ ചിരിച്ചു. ഓക്കെ. അപ്പോഴെനിക്ക് മനസ്സിലായി രക്ഷപ്പെട്ടു, ഇനി പ്രശ്നമില്ല, നമ്മൾ പിന്നെ ഇനി അങ്ങോട്ട് നല്ല സാധനങ്ങളുണ്ട് എന്നുള്ള സാധനത്തിലിട്ട്. പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചത് സീനില്ല, ടെൻഷനിൽ ആളുകൾ ചിരിക്കുന്നുണ്ട്, ജഡ്ജ്മെൻറ്റ് പാളിയിട്ടില്ല എന്നുള്ള സാധനം കിട്ടി. ഇപ്പോൾ തമാശ സിനിമ നമ്മൾ എപ്പോഴും പറയും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് എന്ന്. ആ ഒരു സ്പേസിൽ ഗുരുവായൂരമ്പല നടയിൽ ഉണ്ടാവോ? ആ സ്പേസിൽ എന്തായാലും ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് പണം തിയേറ്റർ കളക്ട് ചെയ്യുമോ, തിയേറ്റർ ഭയങ്കര ഹിറ്റാവോ എന്ന് മാത്രമേ പേടിയുണ്ടാവുള്ളൂ. ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിപ്പം പടം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പടം ഇങ്ങനെ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ പോലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ടി വിയിലൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ എൻ്റെ സിനിമ ഉണ്ടാവുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ആ സ്പേസ് എനിക്ക് ഗ്യാരണ്ടി ആയിരുന്നു. ഈ ഇൻസ്റ്റൻറ്റ് ഹിറ്റിനുള്ള പേടി മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്പൂഫ് കൊണ്ടുവരുന്നുണ്ടല്ലോ അതിൽ 1-2 സീനുകൾ. അപ്പോൾ അത് ഈ ദീപു എഴുതുമ്പോൾ തന്നെ അതിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്കഷന് വന്നത്? ഇല്ല, ആ സ്പൂഫൊക്കെ നമ്മൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്താണ് കൂടുതൽ സാധനങ്ങൾ. നമ്മൾ ദീപു കുറച്ചുകൂടി ലളിതമായിട്ട് എഴുതുന്ന രസകരമായ കോമഡിയുടെ ആളാണ് ദീപു. അപ്പോൾ ദീപുവിൻ്റെ സ്ക്രിപ്റ്റിലുണ്ടാവുന്ന പയറുപ്പേരി പോലെ സാധനങ്ങളൊക്കെയാണ് ദീപു അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളത് ആ ചില സമയത്ത് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊണ്ട് ദീപു ഉണ്ടാവും അതിനകത്ത്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അപ്പോഴപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ദീപുവിൻ്റെ ഫ്ലേവറിൽ ആ പടം പോയാൽ ചിലപ്പോൾ നിൽക്കില്ല. കാര്യം ആ പടം ഭയങ്കര ലളിതമായിരിക്കും. ഇപ്പോൾ നമ്മൾ പത്മിനി കാണുന്ന പോലെ അല്ലെങ്കിൽ കുഞ്ഞിരാമായണം കാണുന്ന ലളിതമായൊരു പടമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ അത്രയും ലളിതമായിട്ടൊരു പടം പ്രസൻറ്റ് ചെയ്ത ആളുകൾ കണ്ടുപോവാ എന്ന് പറഞ്ഞൊരു പടത്തിൽ വരില്ല. അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം, ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റണം എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് ഓവർ ദ ടോപ്പ് സീനുകളും കാരിക്കേച്ചേഴ്സ് എല്ലാം കുറച്ച് കൂട്ടി മീറ്റർ കൂട്ടിയും എന്താ പറയുക, നമ്മൾ സ്ലാപ്സ്റ്റിക് സാധനങ്ങളൊക്കെ പഴത്തൊലി ചവിട്ടി വിടുന്നത് ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് അതുപോലെ എത്തുന്ന സാധനങ്ങളിലോട്ടൊക്കെ എത്തിച്ചു കുറേയൊക്കെ. വെച്ചാൽ അത് വേണമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ആൾക്കാർ അഭിനയിക്കുമ്പോൾ അവർക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്, അവരുടെ തമാശകൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ മീറ്ററും കൂടെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ആഡ് ഓൺ ആ സമയത്ത് സ്ക്രീൻ പ്ലേയിൽ. അപ്പോൾ ദീപുവിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് വ്യതിചലിച്ച് ഇങ്ങനെ ചിന്തിക്കാനും മാറാനൊക്കെ റെഡിയായിരുന്നു. ഫ്ലെക്സിബിൾ ആണ് ആയിരുന്നു, ഉറപ്പായിരുന്നു. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, അവർ വന്നാൽ കൈയടിക്കുന്ന ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നാണോ അല്ലെങ്കിൽ? അല്ല, അവരങ്ങനെ എടുത്തിട്ടുള്ളവരല്ല. അവരെടുത്ത് ശരിക്കും അവരുടെ ആക്ടിങ് സ്കില്ല് കണ്ടിട്ട്. അപ്പം എന്ത് ചെയ്താലും ചിരി വരണം, ഇല്ലെങ്കിൽ അവരുടെ പ്രസൻറ്റേഷനിൽ ഭയങ്കര ചിരി വരണം എന്നുള്ള ആൾക്കാർ. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് വളരെ കുറവാണ്. പണ്ട് നമുക്ക് ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെൻറ്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പപ്പു എന്നുള്ള ആൾക്കാരൊക്കെ ഇതുള്ള മഹാന്മാരുണ്ടായിരുന്നു അങ്ങനെ കോമഡി ചെയ്യാൻ. ഇവൻ തിലകൻ സാർ വന്ന് ചെയ്തപ്പോൾ അത് കോമഡി ആയിട്ട് നമുക്ക് കൺവെർട്ട് ആവും. അപ്പം ഇപ്പം അതില്ല, നമുക്ക് അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ. അപ്പം നമ്മൾ ഉള്ള ആൾക്കാരെ ഹാൻഡ് പിക്ക് ചെയ്ത് അതിലാണ് ജോമോൻ വരുന്നത്, സിജു സണ്ണി വരുന്നത്, സാഫ് വരുന്നത്, ഈ അശ്വിൻ വരുന്നതൊക്കെ. അങ്ങനെ ഈ അഖിൽ കൗലൂർ വരുന്നതൊക്കെ. അഖിൽ കൗലൂരൊക്കെ നമ്മൾ ആ ടി വി ഷോയിലെ കാണുമ്പം ഏത് ക്യാരക്ടറായിട്ട് വന്നാലും ആ മണ്ടത്തിലൊക്കെ കാണിച്ച് അയാൾ ഭയങ്കര രസമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ജോമോൻ, അതൊരു സിജു സണ്ണി. അപ്പോൾ അവർ ചെയ്താൽ കുറേയൊക്കെ ഇമ്പ്രവൈസ് ആവും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെ തന്നെ പിടിച്ചിട്ട്. ഇപ്പോൾ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ചിലപ്പോൾ കിട്ടൂല നമുക്ക്. അവർ വിചാരിക്കുന്നത് നമ്മൾ അവർക്കെന്തോ ഒരു ഉപകാരം ചെയ്ത് കൊടുത്തില്ല, ശരിക്കും അവരാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത് അവർക്കറിയില്ല. അതിപ്പോൾ ഒരു ട്രെൻഡും കൂടിയാണല്ലോ അല്ലേ, കുറേ സിനിമകൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താ സിനിമക്കാർ അത് ഈ പെർഫോമൻസ് കണ്ടിട്ട് തന്നെ വിളിക്കുന്നത്? പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ് എടുത്തത്. ഇവരാരും ഒരു സ്ലാപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കോമഡി ചെയ്യാൻ എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള നടന്മാർ ഇല്ലെങ്കിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. അപ്പം നമ്മളിൽ ഇതിൽ അഭിനയിച്ച എല്ലാവരും അങ്ങനത്തെ. ഇപ്പോൾ യോഗി ബാബു വന്നപ്പോഴും അങ്ങനത്തെ ഒരാൾ തന്നെയാണ്, ബേസിൽ അങ്ങനത്തെ ഒരാളാണ്. സജീസനെ അങ്ങനത്തെ എഴുത്തവരല്ല. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ, ബൈജി ചേട്ടൻ, ഇവരൊക്കെ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തത്. ഇവരൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ആപ്റ്റായിട്ടുള്ളവരാണ്, അവരൊക്കെ മാത്രം എടുത്തത്. ഈവൻ സ്ത്രീ കഥാപാത്രങ്ങൾ കനകൻ ചേച്ചി, അവരതങ്ങനെ ചെയ്യും, അതുകൊണ്ടാണ് അവരെടുത്തത്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ മാഷ അങ്ങനെ ചെയ്യും. നമുക്ക് അവരൊക്കെ സ്ക്രീനിൽ കാണാൻ രസമായിരിക്കും എന്ന് പറയുന്ന അതാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ കാസ്റ്റിൽ ഇവരെ കാണാനൊക്കെ ഇഷ്ടമാണ്, വെറുപ്പുള്ള ആരും ഇല്ല അതിനകത്ത്. അപ്പം അതിനകത്ത് പൃഥ്വിരാജ് കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന കളറാണ് മൊത്തത്തിൽ മാറി. ഇപ്പോൾ ഈവൻ എനിക്ക് സർപ്രൈസായിട്ട് തോന്നിയത് അനശ്വരയും പൃഥ്വിരാജൊക്കെയാണ്. അനശ്വര കോമഡി ചെയ്യില്ലെങ്കിൽ അനശ്വരയുടെ ചിരി വരും ഞാൻ സിനിമ ഷൂട്ട് തുടങ്ങുന്നവരെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അനശ്വര അത് ചെയ്തു, നന്നായിട്ട് ചെയ്തു. അപ്പം അത് ഭയങ്കര ഒരു അപ്പം ഞാൻ അനശ്വരയുടെ സീൻ ആഡ് ചെയ്തു, 1-2 കൂടുതൽ ആഡ് ചെയ്തു. കാര്യം പൃഥ്വിരാജായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ഞാൻ ആഡ് ചെയ്തത്. ആ സീനൊക്കെ ഡിലീറ്റ് നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, പിന്നെ അത് മാറ്റി വെച്ച സീനാണ് വർക്ക് ആവുന്നത്. അതെ തന്നെ, ആ മാസ്ക് ഇട്ട്. അപ്പോൾ അത് ആഡ് ചെയ്തത് പുള്ളിക്കാരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ വർക്കാവും എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മളനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുകയും ആഡ് ഓൺ കൊടുക്കുകയും ചെയ്യായിരുന്നു. അപ്പം അതിലെനിക്ക് സർപ്രൈസായിട്ട് തോന്നി രണ്ടുപേരും പൃഥ്വിരാജും അനശ്വരയായിരുന്നു അതിനകത്ത്. ഇപ്പോൾ ബേസിലാണെങ്കിലും ബേസിലൊരു ടെംപ്ലേറ്റ് ബേസിലാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ബേസിൽ ഇത്തരം റോളുകൾ ഒരുപാട് ചെയ്തു, അത് നമുക്ക് ബേസിൽ അങ്ങനെ ചെയ്യും എന്നറിയാം. പക്ഷേ
എനിക്ക് പറഞ്ഞ പോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ പൃഥ്വിയാണ്. കാരണം ഞാൻ പൃഥ്വിയിൽ നിന്ന് ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് കമൻസ് ഒക്കെ വന്നെങ്കിലും അതിനുശേഷം സിനിമ കാണുമ്പം പൃഥ്വിക്ക് എല്ലാ സിനിമയിലും ഉണ്ടാകുന്ന കുറേ മാനറിസംസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ട് വന്ന ഒരു പൃഥ്വി. മാത്രമല്ല ക്യാരക്ടർ മാത്രമായി ചെയ്തൊരു പൃഥ്വിയായിരുന്നു. പൃഥ്വി നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പം ഏത് ഡയറക്ടറുടെ കൈ കിട്ടുന്നോ അതനുസരിച്ച് പെർഫോമൻസ് വരും എന്നുള്ളതാണ്. ഈ സിനിമയിലെ പെർഫോമൻസിൽ വിപിൻ്റെ ഒരു ഇടപെടൽ എത്രയാ? ഒന്നാമത് ആ ക്യാരക്ടർ നമ്മളങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാജു വരുന്ന ദിവസം മുതൽ നമ്മൾ രാജുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. രാജു സ്ഥിരം കാണിക്കുന്ന മാനറിസംസ് വേണ്ട, ഇല്ലെങ്കിൽ രാജു ഇങ്ങനെ പെർഫോം ചെയ്യണം, അങ്ങനെ പെർഫോം ചെയ്യേണ്ട എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. അപ്പം രാജുവിനോട് ചോദിക്കുന്നത് ഇത് ഓക്കെ ആണെന്ന് പറയുമ്പോൾ അല്ല ഇങ്ങനെ വേണ്ട അങ്ങനെ ഒഴിക്കാന്ന് പറയുന്ന ആദ്യത്തെ ഒരു ദിവസത്തെ നമ്മളൊരു ട്രയൽ പീരീഡ് ഉണ്ട്, അതായത് ഒരു ഉച്ച വരെയൊക്കെ. ഇതിങ്ങനെ മതി ഇങ്ങനെയല്ല കുറച്ചുകൂടെ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഡിസ്കഷൻ ആദ്യത്തെ ഒരു ഉച്ച വരെ ഉണ്ടായുള്ളൂ. അതിൽ രാജുവിന് മനസ്സിലായി ഇതാണ് വിപിൻ ഉദ്ദേശിക്കുന്ന മീറ്റർ എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു ഉച്ചയ്ക്ക് ശേഷം വരുന്ന രാജു എങ്ങനെ ആയിരിക്കും, രാജുവിന് ഞാൻ ഈ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, ഇല്ല വന്ന് സജഷൻസ് പറയുമോ, ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്ന് പറയുമോ, രാജുവിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നാണ് നമ്മുടെ എല്ലാം ധാരണ. പക്ഷേ രാജു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഞാൻ പറയുന്നത് രാവിലെ എടുത്ത സാധനം നമ്മൾ കണ്ടു നോക്കണോ, അല്ല വേണ്ട ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യുന്നത് എക്സാക്ട് സെയിം മീറ്ററിലാണ്. അപ്പം എല്ലാവരും പുള്ളി ഓക്കെ ആയി എന്നുള്ള സാധനം വന്നു. പുള്ളി പിന്നെ അതിനുശേഷം ഭയങ്കര കൂളാണ്. അപ്പം നമ്മൾ വിചാരിച്ച ഒരാളെ അല്ല വന്ന് സെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് വരുന്നൊരു ഫീല് ഫസ്റ്റ് ഡേ മുതൽ എനിക്ക് ഉണ്ടായി. കാര്യം മോണിറ്ററിൻ്റെ അടുത്ത് വന്നിരിക്കുന്നില്ല, സ്പോട്ട് എടുത്ത് കാണുന്നില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് ഒന്ന് വേണമെങ്കിൽ സ്പോട്ട് കണ്ട് നോക്കാം, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇല്ല ഞാൻ കണ്ടോളാം പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകും. പിന്നെ ഞാൻ വീണ്ടും നിർബന്ധിക്കുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പുള്ളി സ്പോട്ട് എടുത്താണ്. അപ്പം വർക്കാവുന്നുണ്ട് എന്ന് പറയും. ഞാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഒന്നുമില്ല വർക്കാവുന്നുണ്ട്, പിന്നെ ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പോകും. അപ്പം അങ്ങനെ നമുക്ക് പ്രഷർ തരാതിരിക്കാൻ പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ സമയത്തിൽ. അപ്പം പുള്ളിയുടെ ഒരു ക്യാരക്ടർ പുള്ളി ആ ഉച്ച മുതൽ പുള്ളി സെറ്റായി. ഇപ്പം ഇതുവരെ വിപിൻ്റെ കയ്യിലൊതുങ്ങുന്ന ആളുകളെ വെച്ചിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ പല ഡയറക്ടേഴ്സും നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർസ് ഇല്ലാത്ത സിനിമ ചെയ്യലാണ് എളുപ്പം എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിലേക്ക് പൃഥ്വിരാജ് എന്നൊരു സ്റ്റാർ വരുമ്പം ആ സ്റ്റാറിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ രാജു ഒരു 4-5 ദിവസം കഴിയുമ്പോൾ രാജു നമ്മളോട് സിങ്കായി. കാര്യം നമ്മളെല്ലാം ഒരു ഗ്രൂപ്പാണ്. ഇപ്പം ബേസിൽ ഇതിൻ്റെ ടെക്നീഷ്യൻസ്, ക്രൂ എല്ലാവരും ജയിലുണ്ടായിരുന്ന പലരും ഇതിനകത്തുണ്ട്. പിന്നെ വരുന്ന നിഖില, അനശ്വര, ജഗദീഷ് എല്ലാവരും വരുന്നത് നമ്മളെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ നമ്മുടെ ചിരിയും കളിയാക്കലാകുമ്പം രാജു മാത്രം ഒറ്റപ്പെടും. രാജു വന്നിരുന്നിട്ട് സീരിയസ് ആയിട്ടിരുന്ന പുള്ളിയുടെ ആടുജീവിതമായിരിക്കും ഇത്. ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളി അപ്പം തന്നെ പുള്ളി ഇന്നായി. എല്ലാവരും വരുമ്പോൾ പുള്ളി അതിനകത്ത് ഇന്നാവുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലും രാജുവിനെ ബേസിൽ അടുത്തിട്ടും അല്ലെങ്കിൽ ഇവരുടെ ഇരിക്കാൻ ഒന്ന് പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവരോടത്ത് പറയും നിങ്ങൾ പോയി രാജുവിനോട് ഇരിക്കുന്നത്. ഇവർക്ക് ഭയങ്കര പേടിയാണ് ബേസിലൊക്കെ ആദ്യ ദിവസങ്ങളിൽ. അവിടെ ഒന്ന് രാജുവോട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരൊന്ന് റാപ്പ് ആവാൻ ഒരു സമയം എടുത്തു, ഒരു കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവൻ കാരവാനിൽ പോലും ആരും പോകുന്നില്ല എന്നുള്ള സ്പേസിലോട്ടൊക്കെ എത്തി. എല്ലാവരും ഇവിടെ ഇരുന്ന് ചില്ലിയ തമാശ പറയുക കളിയാക്കുക എന്നുള്ള മൂഡിലോട്ട് എത്തി. അപ്പം അത് പിന്നെ ഓരോ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്തു. അപ്പം നമ്മൾ രാജുവിൻ്റെ ആദ്യം എടുത്ത സീന് കൂടുതലും നെഗറ്റീവായിട്ടുള്ള സീൻസാണ് എടുത്തത്. അപ്പോൾ കുറച്ച് സീരിയസ് ആയാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി സീൻസ് വന്നു. പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തി. ക്ലൈമാക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ രാജുവിൻ്റെ പെർഫോമൻസ് സീനുകൾ എടുക്കുന്നത്, ബേസിലോട്ടുള്ള കോംബോ സീൻസ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും രാജുവും ബേസിലോട്ടൊക്കെ ഭയങ്കര സിങ്കായി, ഐസ് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ മറ്റേ മദ്യപിക്കുന്ന സീനൊക്കെ അങ്ങോട്ട് രണ്ടുപേരും ഭയങ്കര തുറന്ന് സംസാരിക്കുക, ഇളകുന്ന ഒരു മൂഡിലൂടെ ഒരു കോമ്പറ്റീഷൻ തന്നെ അവിടെ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായി. ആ രസമായിട്ട് അവർ പെർഫോം ചെയ്തു തുടങ്ങി. അപ്പോൾ അത് ആ സിനിമയുടെ ഗ്രാജുവലി അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ഒരു ഭംഗിയുണ്ടായി. ഏറ്റവും അവസാനമാണ് ഈ സീനൊക്കെ എടുത്തത്. ഈ ഇവർ തമ്മിൽ കാണുന്നതൊക്കെ ഏറ്റവും അവസാനം. അപ്പം ഈ കാണുമ്പോൾ തന്നെ ഇവർക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു. ആ കെമിസ്ട്രി ഒരു വർഷമായിട്ട് ഇവർ അഭിനയിക്കുന്നുണ്ടല്ലോ ഒരുമിച്ച് പല സമയത്തായിട്ട്. അപ്പം കാണുമ്പോൾ തന്നെ ആ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്. അത് നമ്മൾ അത് കഴിഞ്ഞപ്പോൾ വിളിച്ചു ഇനിയും കുറച്ചുകൂടി സാധനം ഷൂട്ട് ചെയ്യാമെന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടായിപ്പോയി. ആ സീന അത്രയും നന്നായിട്ട് ഇവർ രണ്ടുപേരും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാജുവലി നമുക്ക് രാജു നമ്മളോട് ജോയിൻ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായി. ഗൃഹപ്രവേശത്തിന്റെ ഒരു റെഫറൻസ് വന്നല്ലോ, ജഗദീഷും രേഖയും വന്നപ്പം അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നോ? കാസ്റ്റുമ്പോഴൊക്കെ നമുക്ക് അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ ഇത് പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും സിനിമയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്കൊരു ഡയലോഗ് ആഡ് ചെയ്യായിരുന്നു, നോക്കിയ കല്യാണം നമുക്ക് എനിക്കൊരു അബദ്ധം പറ്റിയത് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ആണ് ആഡ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ടത് ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു, ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചുണ്ടായ മക്കളുടെ കഥയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഈ ടീച്ചറൊക്കെ ഇറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ സോഷ്യൽ മീഡിയ? ഞാൻ ഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കമന്റ്സും എല്ലാവരുടെ റിവ്യൂ ഞാൻ വായിക്കണം. എത്ര മോശമെന്ന് പറഞ്ഞാലും ഞാൻ അത് കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. കാര്യം ഓഡിയൻസ് പാൾസ് അറിയണമല്ലോ. അപ്പോൾ ഞാനത്
വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. ഞാൻ ആളുകളെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. കാര്യം അവരെന്നെക്കാൾ സിനിമ കാണുന്നവരാണ്, എന്നെക്കാൾ വിവരമുള്ളവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പൾസ് എനിക്കറിയണം. അതുകൊണ്ട് ഞാൻ എന്തായാലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. അവരെല്ലാം കാണും. ഞാൻ എല്ലാം കാണുന്നുണ്ട്, അതുപോലെ തന്നെയാണോ? എല്ലാം കാണും, എല്ലാ റിവ്യൂ. ഞാൻ ജയജയുടെ ഒക്കെ ഈ പറഞ്ഞ അന്താക്ഷരിയൊക്കെ എല്ലാ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. ഈവൻ ബംഗാളീസ്, ശ്രീലങ്കൻ ഭാഷയിലുള്ള, സ്പാനിഷ് ഭാഷയിലുള്ള റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജയജയുടെ. എങ്ങനെയാണെന്ന് അറിയാൻ, എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്, എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അറിയാൻ അത് എടുക്കാറുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് സന്തോഷവും വരും, ചില സമയത്ത് നമുക്കത് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ തോന്നും. ചിലപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും. ഇപ്പം റിവ്യൂ എന്നുള്ളതൊരു വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതിനെ എങ്ങനെ ഇപ്പം ഒരു റിവ്യൂ വന്നുകൊണ്ട് സിനിമ മോശമാകും എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ സിനിമയുടെ കളക്ഷനെ അത് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? സിനിമയുടെ കളക്ഷനൊക്കെ അത് ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. പക്ഷേ നമ്മളത് റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം അവർക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. അപ്പം എൻ്റെ സിനിമകൾ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എനിക്കിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. എൻ്റെ അവിടെ മോശം എന്ന് പറയുമ്പോഴേ എനിക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തമാശരവുമാണ് നമ്മൾ എൻ്റെ എഡീസ് വരുന്ന എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ എടാ ഇതാണെങ്കിലേ ഹായ് ഓൾ ദിസ് ഇസ് കോക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുന്നത്, പുള്ളിയുടെ റിവ്യൂവിൽ ഞാൻ രീതിയിൽ റിവ്യൂ പറയും അവരുടെ കഥയെക്കുറിച്ച്. അപ്പോൾ അവർ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും ബേസിൽ അഭിനയിക്കുമ്പോൾ ബേസിൽ ഇച്ചിരി ഓവറാവാണെങ്കിൽ പാളുകയാണെങ്കിൽ ഞാൻ ബേസിൽ ഹായ് ഓൾ ദിസ് ഇസ് കോക്ക് ബേസിൽ തീരെ വയ്യ എന്ന് പറയുന്നൊരു സാധനം ഡയലോഗ് പറയുമ്പോൾ ഓ പാളി എന്നുകൊണ്ട് ബേസിൽ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യും. വാണിംഗ് റിമൈൻഡ്. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം പുള്ളിയെ പൊക്കി പറയുന്ന പുള്ളി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. ഇനി പുള്ളി നാളെ എൻ്റെ പടം നെഗറ്റീവായിട്ട് എന്തായാലും പറയും. അപ്പം പ്രത്യേകിച്ച് ഗുരുവായൂരിൻ്റെ എങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇത് വേണമെന്ന് തോന്നി. നമ്മളിപ്പം ഒരാൾ നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ കുറ്റം പറയുന്ന പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പേടി സിനിമാക്കാർക്കുള്ളത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ആ പേടിയുടെ പുറത്ത് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു ഡബ് വെർഷനെ കണ്ടിട്ട് പടം പാളി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ പേടിക്കുകയല്ല ചെയ്തത്. ഞാൻ പാളിയോ എന്നാൽ പിന്നെ അത് പണിയെടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്ത് രാവും പകലും മ്യൂസിക്കിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഡബ് ചെയ്ത് പോയവരെ തിരിച്ച് വിളിച്ചിട്ടൊന്ന് ഞാൻ വീണ്ടും ഡബ് ചെയ്യിച്ചു. ഇങ്ങനെ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ അടുത്ത് രാജു വീണ്ടും പോയി കിടന്ന് ഉറങ്ങും, പണി തീർന്നു, ഞാൻ വലിയ തീർന്നില്ല ഇനിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ പേടിയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി എഫർട്ട് എൻ്റെ ഒന്നും ഉണ്ടാവുകയുള്ളൂ. അപ്പം ഈ റിവ്യൂ പറയുന്നവർ ഒരു കളക്റ്റീവ് ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ കൊള്ളിൽ എന്ന് പറഞ്ഞാൽ ആ കൊള്ളിൽ എന്ന് പറഞ്ഞ് ശരി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു കഥ പറയുമ്പോൾ ഒരാൾ കഥ കേട്ടിട്ട് ഉറങ്ങുകയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലും അത് അയാൾക്ക് ആ ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് എഡീസോ അല്ല റെക്കോറേറ്റർ പറഞ്ഞല്ല, അയാളെ നമ്മൾ ബോധ്യപ്പെടുത്തണം, അയാളെ നമ്മൾ ഇഷ്ടപ്പെടുത്തണം. അതാണ് നമ്മുടെ ജോലി. ഒരാളെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്നൊരു സാധനത്തിലോട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മനസ്സ്. അപ്പം ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ ഇനി അയാളെ ഇഷ്ടപ്പെടുത്തണം എന്ന് പറയണം. അപ്പം ഞാനിപ്പം അങ്ങനെ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റിവ്യൂ പറയുന്നത് നല്ലതാണ്. ആ പേടി വേണം എന്നുള്ളതാണ്. അടുത്ത പടം ചെയ്യുമ്പോഴേക്കും പേടി ഉണ്ടാവണം. ഇപ്പം ഒരു ഈ ജോണർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ചെയ്ത് 4 സിനിമകൾ എടുത്താലും എല്ലാം 4 വ്യത്യസ്തമാണ്. അന്താക്ഷരി ജയഹിം സീരിയസ് ആയി ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തെങ്കിലും വ്യത്യസ്തമാണ്. അതുപോലെ ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമ ഉണ്ടായിരിക്കും, പക്ഷേ അത് ഓഡിയൻസിനും കൂടി ഇഷ്ടപ്പെടുന്ന സിനിമയാക്കാൻ എന്നുള്ളൊരു പോയിന്റ് നമ്മൾ തീരുമാനിക്കുമ്പോഴായിരിക്കുമല്ലോ ഹിറ്റുകളൊക്കെ ഉണ്ടാവുക. ആ ഒരു പോയിന്റ് അതെങ്ങനെയാണ് കിട്ടിയത്? അതെനിക്ക് മുതു കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. മുതു കഴിഞ്ഞ് കുറച്ച് കാലം വീട്ടിൽ നിന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് മാത്രം പടം ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല, നാട്ടുകാർ കൂടെ ഇഷ്ടപ്പെടണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അമീർ ഖാൻ പുള്ളി പറഞ്ഞത് എന്നോട് പറഞ്ഞത്, പിന്നെ നമ്മൾ എങ്ങനെ പടം ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് എന്ത് കാര്യത്തിനും കൈക്കൂലി കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു പടം ഇഷ്ടപ്പെടാമെന്ന് പറയാൻ നാട്ടുകാർക്ക് കൈക്കൂലി കിട്ടുന്ന പറ്റില്ല. സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും പടം പൊള്ളില്ലെങ്കിൽ പൊള്ളില്ല എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അത് നിൽക്കില്ല. അപ്പോൾ പടം നന്നാക്കി തന്നെ കാര്യമുള്ളൂ എന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ആളുകൾ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു മോട്ടോ എപ്പോഴും വേണമെന്ന് തോന്നി. അത് ഞാൻ നമ്മളെ ഇഷ്ടപ്പെടാത്തവർക്കും നമ്മുടെ പടം ഇഷ്ടപ്പെടണം. ഇതെൻ്റെ ഒരു മോട്ടോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്തവർക്കും എൻ്റെ പടം ഇഷ്ടപ്പെടണം. ഇല്ല അവരെ ഇഷ്ടപ്പെടുത്തി നമ്മൾ എന്തിനാ ശത്രുക്കൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്, നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ആ സാധനത്തിലോട്ട് ഞാൻ എൻ്റെ POV മാറി. അപ്പം എന്തിനാ നമുക്ക് പിടിക്കാം, നമുക്ക് അവരെ ഇഷ്ടപ്പെടുത്തണം എന്നൊരു മൂഡ് എപ്പോഴും ഉണ്ട്. അവനെയും വെറുതെ വിടില്ല, അവനും ഇഷ്ടപ്പെടണം. ഈ പടം ഇതൊരു വാശി പോലെയാണ്. അവൻ എൻ്റെ പടം ഇഷ്ടപ്പെടില്ല, അവനെ ഇഷ്ടപ്പെടുത്തണം, അവനെ ചിരിപ്പിക്കില്ല, അവനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുന്ന പറയിക്കണം എന്ന് പറയുന്നൊരു വാശി. എന്നുവെച്ചാൽ ഒരാളല്ല ഞാൻ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മൂഡുള്ള ഒരാൾക്കാരെ.
എന്ന സാധനം എനിക്ക് ഈ 3 പടത്തിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അത് എൻ്റെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഫിലിം മേക്കിങ്ങിന് ഇങ്ങനെ ആഡ് ചെയ്തിട്ടൊരു ഫ്ലേവർ അത് ചിലപ്പോൾ അതായിരിക്കാം. ആ ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഓഡിയൻസിൻ്റെ അവസ്ഥ എന്താ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, സിനിമ എങ്ങനെ വർക്ക് ആവുന്നു. അത് പക്ഷേ വിപിന് ഏകദേശം കിട്ടിയെന്ന് തോന്നുന്നല്ലേ? അല്ല, അതും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്ന് പടം ഇറങ്ങുന്നവരെ ടെൻഷനിലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നിയത് ഓഡിയൻസിന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അവർക്ക് ബുദ്ധിയില്ല, അവർക്കൊന്നും മനസ്സിലാവില്ല, നമ്മളിത് കണ്ണിപ്പിടിയിട്ട് പോവാം എന്ന് വിചാരിക്കണ്ട. അവരെ നമ്മൾ കുറച്ചുകൂടി നമ്മളെയും കാട്ടി ബുദ്ധിയുള്ള ഒരാളായിട്ട് കണ്ടാൽ തന്നെ കുറച്ച് നമ്മൾ പണി കൂടുതലെടുക്കുമെന്ന് തോന്നി. ഇപ്പോൾ അടുത്ത സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഫഹദും എസ്.ജെ. സൂര്യയാണ്. എസ്.ജെ. സൂര്യ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? എസ്.ജെ. സൂര്യയായിട്ട് നമ്മൾ കുറച്ച് കാലമായിട്ട് ഡിസ്കഷനുണ്ട്, കുറച്ച് സിനിമകളുടെ കാര്യങ്ങൾ. നമ്മൾ ഏത് സിനിമ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യം നമ്മൾ വേറൊരു പടം പ്ലാൻ ചെയ്തു, പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഞാനിവിടെ ഇരുന്ന് എഴുതണം. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് തീരാറായ സാധനമാണ്. അപ്പം ഇത് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യാന്നുള്ള പ്ലാൻ അങ്ങനെ ഒരു സാധനത്തിലാണ് വന്നത്. അപ്പം എസ്.ജെ. സൂര്യ എനിക്ക് എപ്പോഴും ഞാനിപ്പോൾ ആലോചിക്കും, എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള എല്ലാം ഡയറക്ടേഴ്സുമായിട്ടാണ്. ബേസിൽ പൃഥ്വിരാജ്, അമീർ സാർ, ഇപ്പം എസ്.ജെ. സൂര്യ, എവിടെ പോയാലും എനിക്ക് ഡയറക്ടേഴ്സാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ സിനിമകളുടെ ഫോളോ ചെയ്യുന്നവരും അവർ തന്നെയാണ്. അത് നമ്മൾ യൂഷ്വൽ സിനിമകൾ ചെയ്യാത്തതുകൊണ്ടാവാം, പക്ഷെ എന്തോ അവർക്കാണ്. ഒരു നടനോട് പറഞ്ഞ് ചിലപ്പോൾ പലർക്കും അത് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ അന്താക്ഷരി, മുദ്ദുഗോ, ജെ എല്ലാ നടന്മാരോടും പറയുന്നുണ്ട്, പല നടന്മാരോടും പറയുന്നുണ്ട്, ആർക്കാർക്കും കണക്ട് ആയിട്ടില്ല. ജയഹേം പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇഷ്ടംപോലെ പേര് പറയുന്നുണ്ട്. അപ്പം പക്ഷെ കണക്ട് ആയത് ബേസിലാണ്, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണക്ട് ചെയ്ത ബേസിലാണ് എന്ന് വെച്ചാൽ അവരെ കുറ്റം പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ അപ്പം ബേസിൽ ആ റിസ്ക് എടുക്കാൻ തോന്നി എന്നുള്ളതാണ്. അവനൊരു ക്യാരക്ടർ ആർക്ക് പ്രകാരം നെഗറ്റീവ് ഷെയ്ഡും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനത് ചെയ്യാൻ കുഴപ്പമില്ലാതെ തോന്നി അത് ചെയ്തതാണ്. ഇവിടെ വന്നപ്പോഴും നെഗറ്റീവ് റോളാണ് പൃഥ്വിരാജ് ചെയ്തത്. അപ്പം എൻ്റെ എപ്പോഴും വില്ലന്മാരായിരിക്കും സ്കോർ ചെയ്യുന്നത് വരുന്നത്, നായകന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള അതും ഒരു കുറവായിരിക്കാം എൻ്റെ പടം മെയിൻ സ്ട്രീം നായകന്മാരെ സെലക്ട് ചെയ്യാത്തതിൻ്റെ. അപ്പം പക്ഷെ അതല്ലേ രസം, ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരാളെ കാണുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി. ഞാൻ എപ്പോഴും അതാ ചെയ്യുന്നത്. ഇപ്പം മുദ്ദുകോല് വിജയ് ബാബു ആയിരുന്നു. ഇപ്പോൾ അന്താക്ഷരിയിൽ നമ്മൾ ആ വില്ലൻ ഭയങ്കര ഗ്രേറ്റ് ഷെയ്ഡായിട്ട് തന്നെ പോയി, പക്ഷേ നമുക്ക് അത്രയും ഫെമിലിയർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അയാൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ള പടത്തിൽ. ജയിലിൽ വരുമ്പം ബേസിലാണ് ആ റോൾ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ അത് പൃഥ്വിരാജാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് ആ പെർഫോം ചെയ്യാൻ തോന്നുന്ന റോൾ അതാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്താൽ കൊള്ളാം എന്ന് രാജുവിനോടും ബേസിനോടൊക്കെ പറയുന്നത്. എന്നാലും ആ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അവിടെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഈ സിനിമ തന്നെ പൃഥ്വിയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു നറേറ്റീവ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു ബ്രീഫ് എങ്ങനെയായിരുന്നു? ഒറ്റ വാക്ക് പറഞ്ഞാൽ പൃഥ്വി ഓൾറെഡി ഈ കഥ കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്, ക്യാരക്ടർ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞത് ഞാൻ വേറൊരു കഥയാണ് പറഞ്ഞത് രാജുവിനോട്. ആദ്യം പറഞ്ഞ വേറൊരു കഥയാണ്. അപ്പോൾ രാജുവിനത് ഭയങ്കര വർക്കായി, നമുക്കത് എന്തായാലും ചെയ്യും, ഉടനെ തന്നെ ചെയ്യാന്നുള്ള പ്ലാനിൽ പോവുകയാണ്. അപ്പം അതിനകത്ത് ഇതുപോലൊരു സാധനമാണ്. അത് രാജുവിനെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക എയർ കയറ്റുന്ന രീതിയിൽ സിനിമയാണ്. അപ്പം രാജുവിന് പക്ഷെ അത് വർക്കായി. അപ്പോൾ രാജു പറഞ്ഞ് ഞാൻ റെഡിയാണ്, അങ്ങനെ ഞാൻ എയർ കൊള്ളാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ രാജു അത് എന്നെ കളിയാക്കിക്കോ എന്നുള്ള സിനിമയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള സിനിമ രാജു റെഡിയായപ്പോൾ എനിക്ക് തോന്നി ഇതിലും അത് സെയിം സാഹചര്യമാണ്. രണ്ട് കഥയാണെങ്കിലും അങ്ങനെ ഒരു കോൾ എടുക്കാൻ രാജു ഒരു ഹീറോ മെറ്റീരിയൽ, ഒരു ഹീറോയിസം കാണിക്കാത്ത സിനിമ ചെയ്യാൻ റെഡിയാകുമ്പോൾ അപ്പോൾ എന്തുകൊണ്ട് ഇതിലോട്ട് പ്ലേസ് ചെയ്യണമെന്നൊരു തോട്ട് എനിക്ക് അപ്പോൾ തന്നെ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പം ഇതിലും രാജു അത് ഓക്കെ. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസിലും ഒക്കെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ രാജു എങ്ങനെ പോയാലും നമുക്കത് 4 കാലിൽ വീഴുന്നൊരു ക്യാരക്ടർ ആയിരിക്കും ഇത്, അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട, നമുക്കത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം പിന്നെ രാജുവിൻ്റെ വിചാരത്തിൽ രാജുവിന് കുറച്ചേ ഉണ്ടാവുള്ളൂ ഷൂട്ട്. അപ്പം കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഓടിക്കളയാന്നൊരു വിചാരം രാജുവിനുണ്ടായി. അപ്പോൾ ഒരു 15 ദിവസം പിന്നെ ഒരു 10 ദിവസം ക്ലൈമാക്സ് എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് പുള്ളി പോയത്. പക്ഷേ ഞാനത് ഷൂട്ട് തുടങ്ങിയ ശേഷം ഞാൻ സീൻ ആഡ് ചെയ്തു. ഓരോ ദിവസം ചെല്ലുന്നവരും പുതിയ പുതിയ സീനുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പുള്ളി ഇത് തീരുന്നില്ലല്ലോ എന്നുള്ളതായി. അപ്പം ഞാനത് സെക്കൻഡ് ഹാഫിലോട്ട് പുള്ളി ആഡ് ചെയ്ത് കൂടുതൽ കൊണ്ടുവന്നു, ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ ആഡ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് 45 ദിവസം പുള്ളി ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പം പൃഥ്വി പറഞ്ഞിരുന്നു ഇനിയൊരു സിനിമ കൂടി വിപിനോട് ചെയ്യുന്നുണ്ട്. അത് ആദ്യം പറഞ്ഞ കഥയാണോ? യോഗി ബാബുവിനെ ഇതിലേക്ക് കൊണ്ടുവരുമ്പം യോഗി ബാബുവിൻ്റെ ഡെബ്യൂ ആണല്ലോ. അപ്പം നമ്മളിങ്ങനെ വളരെ പ്രതീക്ഷയോടെ, അവിടെ കോമഡി മാത്രം ചെയ്യുന്ന ആളല്ല, ഒരുപാട് ക്യാരക്ടർ റോളും അല്ലാതെ നായകനായിട്ടൊക്കെ ചെയ്ത റോളാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു, കാരണം കുറച്ചുകൂടി നല്ല ഡെപ്തുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലും ആയിരിക്കുന്നത്. അതെന്തു പറ്റി? ഒരു സ്ഥിരം ബേസിക്കലി ഈ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പടം ഇപ്പം തന്നെ 2.25 മണിക്കൂറുണ്ട്. അപ്പം സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഗുരുവായൂരമ്പലത്തിൽ എത്തണം എന്നുള്ള സീനുണ്ട്. പിന്നെ ഞാൻ പറയില്ല, നമുക്കിത് കോമഡിയാണ്, എവിടെയൊക്കെ വർക്കാവില്ലെന്നാണ്. അപ്പം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, ഓടി ഇതെങ്ങനെയെങ്കിലും അമ്പലത്തിൽ എത്തുക എന്നുള്ളതുണ്ട്. അതിനിടയിൽ കുറേ നുറുങ്ങ് കോമഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ വർക്കായെന്ന് എനിക്കും അറിയില്ല. അപ്പം നമ്മളത്
ആ ക്യാരക്ടർ ഇനി സ്പേസ് കൊടുത്താൽ ആ സിനിമ അവിടെ നിന്ന് കറങ്ങും. ആളുകൾ പ്രതീക്ഷിക്കുന്ന ഗുരുവായൂരമ്പലവും കല്യാണമാണ്, അതിലോട്ട് നമ്മൾ എത്തണം. അപ്പോൾ അത് സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറേ ഉള്ളൂ, ബാക്കി 1.5 മണിക്കൂർ ക്ലൈമാക്സ് ആണ്. അപ്പോൾ 1.5 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചുരുക്കി ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പം എസ്.ജെ. സൂര്യയുടെ കഥാപാത്രം തമിഴായിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയത്? തമിഴ് തന്നെയാണ്. ഇപ്പൊ അതൊരു ഗാങ്സ്റ്റർ കോമഡി ആണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു സിനിമ ഫഹദിന്റെ തന്നെ ആവേശം ഇറങ്ങി, അപ്പോൾ അതൊരു ക്ലാഷ് ആവുന്നുള്ളൊരു ഇല്ല അങ്ങനത്തെ കഥയൊന്നുമില്ല. അപ്പം പക്ക ആക്ഷൻ ഗാങ്സ്റ്റർ കോമഡി പടമാണ്, ബ്ലാക്ക് കോമഡി ഒക്കെ ഉള്ളൊരു പടമാണ്. അപ്പോൾ അത് അങ്ങനെ അതോട്ട് ബന്ധമുണ്ടോയെന്ന് അറിയാനാണ് ഞാൻ ആവശ്യം പോയി കണ്ടത്. അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പല ജോണറും ചെയ്ത ആളാണ്, എന്നാൽ പോലും ആരുടെയെങ്കിലും ഒരു സ്റ്റൈല് പാറ്റേൺ ഫോളോ ചെയ്യുന്ന അങ്ങനെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ അറിയില്ല. അല്ല, ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ അറിയില്ല. ഞാൻ ഒരു അക്കാഡമിക്ക് പഠിക്കാത്തതുകൊണ്ടോ അസ്റ്റ് ചെയ്യാത്തതുകൊണ്ടോ എനിക്ക് ഒരാളെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തുനിന്ന് 1000 കഥ കേട്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ട്. ഒരു സമയത്തൊക്കെ ഞാൻ എൻ്റെ കഥകൾ വർക്കാവുന്നില്ലെന്ന് തീരുമാനം വന്നപ്പോൾ ഞാൻ ഒരുപാട് കഥ കേട്ടു, പക്ഷെ എനിക്കൊന്നും വർക്കായിട്ടില്ല. എനിക്കപ്പോൾ മനസ്സിലായി എനിക്ക് വേറൊരാളെ കഥ എടുത്ത് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ കഥ മോശമായിട്ടല്ല, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ഞാനത് ഉൾക്കൊണ്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാനിനി അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ദീപുവിൻ്റെ കഥയും ദീപു കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ ആ സിനിമോട്ട് ഇന്നായതാണ് ഈ 5-6 വർഷം കൊണ്ട്. അല്ലാതെ ദീപു രാവിലെ ഒന്നൊരു കഥ പറഞ്ഞിട്ട് കഥ കൊള്ളാം നമുക്ക് ഷൂട്ട് ചെയ്ത് കളയാം എന്നൊരു സാധനത്തിൽ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അറിയില്ല, ഇതുവരെ അറിയില്ല. ഇനിയിപ്പം ഭാവിയിൽ അത് ചിലപ്പം നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ അവസാനത്തേക്ക് വരുമ്പം പ്രിയദർശൻ റെഫറൻസ് പലരും പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിരുന്നോ? വെട്ടമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തും അങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിൽ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും വരും. നമ്മൾ ഇതൊക്കെ കണ്ടല്ലേ വളർന്നത്, അപ്പോൾ നമ്മൾ എന്തായാലും അത് അനുകരിക്കാൻ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് വർക്കാവില്ല, എനിക്കറിയാം. 100% 1% പോലും വർക്കായിട്ടുണ്ടാവില്ല. അവർ ചെയ്ത പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഫ്ലേവർ വന്ന് ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടാൽ നമ്മളിതൊക്കെ മിസ് ചെയ്തല്ലോ എന്ന് തോന്നി, അവരെ മിസ് ചെയ്തല്ലോ, ആ സീനുകൾ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച നമ്മൾ നടന്മാരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ തോന്നിയാൽ പോലും എനിക്കതൊരു വിജയമായിട്ട് തോന്നി. ഇവരെന്താണ് ഈ കാട്ടി വെച്ചിട്ട് അതൊക്കെ അന്ന് നമ്മൾ ചെയ്ത് കണ്ടില്ലേ എന്ന് തോന്നിയപ്പോഴും ഞാൻ സക്സസ് എന്ന് പറയും. അത് റിസംബിൾ തോന്നിയല്ലോ എവിടെയോ. അതിനുവേണ്ടി അതെനിക്കൊരു അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയിലോട്ടൊക്കെ എത്തി. ഞാൻ മുദ്ദുകുലതിൻ്റെ ഒരു ചെറിയതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല എന്നെ കൊണ്ട്. ഇന്നത് കുറച്ചുകൂടി സ്പേസിൽ എനിക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് പക്ഷേ ഇതിൽ കുറേ ആക്ടേഴ്സും രാജുവും യോഗ്യഭാവൊക്കെ വന്നുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ടൈറ്റായി പോയത്. കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള ആക്ടേഴ്സ്, അതായത് സമയമുള്ള ആക്ടേഴ്സ്, ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളൊന്നും ഇല്ലാത്ത ഒരു 10-40 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുന്ന ആക്ടേഴ്സിനെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ടൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം അത് ട്രൈ ചെയ്യുന്നത് തന്നെ എന്താ പറയുക മണ്ടത്തരമായിരുന്നു സത്യം പറഞ്ഞാൽ. കൂടുതലുള്ള എൻ്റെ അസോസിയേറ്റ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ഇത് നീ ചെയ്തെടുത്ത ഏറ്റവും ലൈഫിൽ റിസ്ക്കാണ് ഈ പടം, ഇത് നീ പാടുന്ന എല്ലാം പാടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ ഞാൻ എടുത്ത് ചാടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമാണ് ഞാൻ ചെയ്തു. അത് വർക്കായില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്നുള്ളതാണ്. അപ്പം അത് എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തു തന്നു, അത്രേ ഉള്ളൂ. ഇപ്പം വേറൊരാളുടെ കഥയിലേക്ക് ഇന്നാവാനുള്ളൊരു പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ വേറൊരാൾക്ക് കഥ എഴുതി ഇപ്പം ഒരു സിനിമ വരുന്നുണ്ടല്ലോ അല്ലേ, വാഴ, അതിൽ രചന വിപിനാണ്, വേറെ ഡയറക്ടറാണ്. അത് എളുപ്പമാണോ? അതും പാടിനായിരിക്കും. കാര്യം ഞാനിപ്പോൾ വാഴയിൽ ഫേസ് ചെയ്തൊരു കാര്യമാണ്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് സാധനം അവർക്ക് കിട്ടുമെന്നല്ല, അപ്പം ഞാനത് കൊടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്യാനേ കൊടുത്തുള്ളൂ, അല്ലാതെ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പം അയ്യോ അവർ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഏതായാലും ഞാൻ ചെയ്യുന്ന പോലെയല്ല ആ ഡയറക്ടർ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യില്ല. അപ്പം അതുകൊണ്ടാലും അതും ഒരു എന്നെ സംബന്ധിച്ച് ഡിഫിക്കൽട്ടായിട്ടൊരു പ്രോസസ്സാണ്. പക്ഷേ എനിക്ക് ആ സിനിമ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും എനിക്ക് വിശ്വാസമുള്ള ഒരു ഡയറക്ടറായതുകൊണ്ടും ഞാൻ ആനന്ദിന് കൊടുക്കുകയാണ്. അപ്പം ആനന്ദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ആ പ്രോസസ്സിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. കാര്യം ആ പ്രോസസ്സ് അയാളിലൂടെ പോയി അയാളത് ഡെലിവറി ചെയ്യണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് എൻ്റെ പടം പോലെ ആയി പോകും, ജയജയുടെ വേറൊരു വെർഷനായിപ്പോൾ. അങ്ങനെ ഒരിക്കലും ആവാതിരിക്കാനാണ് ഞാനത് ആനന്ദിന് കൊടുത്തത്. അപ്പം ജയജയുടെ വേറൊരു വെർഷനാണത്. ജയജയുടെ മെയിൽ വെർഷനാണ് ആ സിനിമ. അപ്പം അപ്പോൾ അതിൻ്റെതായ ഇമോഷനുള്ള കോമഡിയേക്കാൾ കൂടുതൽ എനിക്ക് അതിനകത്ത് ഇമോഷനാണ് വർക്കായിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരാൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നാണ് എനിക്കറിയുന്നത്. അപ്പോൾ അത് ആനന്ദ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഇപ്പോൾ ഒരു കൗതുകമുണ്ട്, അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മെയിൽ എനിക്ക് കൗതുകമുണ്ട് അവരെങ്ങനെ ചെയ്യണം, മെയിലായിട്ടുള്ള ഇരകളും അല്ലേ. അത് ഉറപ്പായിട്ടും നമ്മൾ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ഒരുപാട് കമൻറ്റാണ്, ആണുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, ഞാനത് ആദ്യം അതാണ് എഴുതിയത്. അപ്പം പക്ഷേ നമ്മൾ സൊസൈറ്റിയിൽ അത് പറയാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്കാണ് അത് പറയുന്നത്, കാര്യം അവരാണ് കുറച്ചുകൂടി അടിച്ചമർത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരു ന്യൂനപക്ഷമായിരിക്കും ആണുങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒരു യങ്സ്റ്റേഴ്സിന് കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ജനറേഷൻ ഗ്യാപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതാണ് അതിനകത്ത് അവരുടെ ജോലി, അവരുടെ ജീവിതം, അവരുടെ
ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്, അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ടീനേജൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ, അതെന്തുകൊണ്ട് പാരൻസ് പ്രഷർ ഇടുന്നു. നമ്മൾ ജയിച്ച് കണ്ടില്ല, നമ്മൾ നോക്കിയാൽ എല്ലാവരും നെഗറ്റീവാണ്, എല്ലാവരും പാവങ്ങളാണെന്നുള്ള സാധനത്തിലോട്ട് സിനിമ എത്തും. അതേ ഫോർമാറ്റ് തന്നെയാണ്, പക്ഷെ അത് വേറൊരു രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് അതുപോലെ ഇഷ്ടപ്പെടുന്നൊരു സിനിമ. നമുക്ക് എന്തായാലും ആ സിനിമ കണ്ട് കരഞ്ഞിട്ട് പുറത്തിറങ്ങണമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ജയിലായിട്ട് ചിരിച്ചിട്ടിറങ്ങുമെങ്കിൽ ഇത് ഇച്ചിരി നമ്മൾ അവസരം ഇമോഷണൽ ആവും സിനിമ. കാര്യം എല്ലാവരും വാഴാന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതൊരു ഭയങ്കര കോമഡി പടം പ്രതീക്ഷിക്കുന്നു. അത്രയും കോമഡി അല്ല അത്. ആണുങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആണുങ്ങളുടെ ആകാശത്തായിരിക്കും, അല്ലെങ്കിൽ ആണുങ്ങളുടെ ജയിലായിരിക്കും ആ പടം. ഓക്കെ, നിങ്ങളൊരു കല്യാണ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലേ? ഇപ്പൊ ഞാനല്ല, എന്നാലും ജയഹില് കല്യാണത്തിന് ശേഷമുള്ള പുകിലാണ്, ഇതിന് കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട പുകിലാണ്. ഞാൻ ആക്ച്വലി കല്യാണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഇത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ദീപുവിൻ്റെ തന്നെ ഒരു കഥയാണ്. ദീപു ഒരു കല്യാണ യൂണിവേഴ്സിറ്റിൻ്റെ ആളാണ്. ദീപുവിൻ്റെ എല്ലാ സിനിമയും കല്യാണമാണ്. അപ്പോൾ ദീപുവിൻ്റെ തന്നെ കഥയാണത്. അപ്പം അതിനകത്ത് ആ കഥ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പം ഒരു റൈറ്റിംഗ് നിങ്ങളുടെ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇപ്പം പറഞ്ഞു ഇഷ്ടംപോലെ കഥകൾ മനസ്സിൽ വരും, പക്ഷേ അത് എഴുതി തുടങ്ങുന്ന മൊമെൻറ്റ് അതെപ്പോഴാണ്? പിന്നെ എഴുത്തിന് എത്രത്തോളം സമയം എടുക്കാറുണ്ട്? ഞാൻ എഴുതി തുടങ്ങില്ല, കുറേ ദിവസം ഇട്ടിട്ട് ഞാൻ പലരോടും പറയും. എൻ്റെ അസിസ്റ്റൻസിൻ്റെ, കോറേറ്റേഴ്സിൻ്റെ, ഫാമിലി അടുത്ത്, വൈഫിൻ്റെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും. അപ്പോൾ ഇവരെന്നൊക്കെ കളക്ട് ചെയ്യും, ഇവരുടെ ഫീഡ്ബാക്ക്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ചില ഏജ് ഗ്രൂപ്പിന് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ, അപ്പം എനിക്ക് എന്നിട്ടും ആ കഥ വിട്ട് കളയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലർ നെഗറ്റീവാണ്, വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജെ അങ്ങനത്തെ ഒരു കഥയായിരുന്നു. ഞാൻ പറഞ്ഞത് ഫീമെയിൽ ഓറിയൻറ്റ് എല്ലാവരും ചെയ്തതല്ലേ, ഇപ്പോൾ ഗ്രേറ്റ് കിച്ചൻ വന്നില്ല, ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ ചെയ്യുക എന്നുള്ള സാധനം എല്ലാവരും പറയും. അപ്പം ഞാനില്ലല്ലോ, എനിക്കത് വിട്ട് കളയാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത് എന്നുള്ള സാധനത്തിൽ ഞാനല്ലേ, നമ്മൾ എത്രത്തോളം അതിനകത്ത് ഒരു പെയിൻറ്റിങ് കാണുന്ന ഒരു, ഫോർ എക്സാമ്പിൾ ഒരു പെയിൻറ്റിങ് എടുത്താൽ അങ്ങനെ ഇരിക്കും. നമ്മളൊരു ആദ്യം ഒരു ബ്ലാക്ക് പെന്നിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല. ചിലപ്പോൾ അത് അവർക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളതിനകത്ത് എത്രത്തോളം സമയം എടുത്ത് ഷെയ്ഡ്സ് അടിയത് അതൊരു വാൻഗോഗ് പെയിൻറ്റിങ് ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. വാൻഗോഗ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, നമ്മൾ തുടങ്ങുന്നില്ല. പക്ഷെ നമ്മൾ പകുതിയിലിട്ട് ഇട്ടു ഇല്ലെങ്കിൽ നമ്മുടെ ക്ഷമ നശിച്ചിട്ട് ഇട്ടു. നമ്മൾ ഈ സമയം എടുത്ത് കളർ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇത് നമ്മളൊരു കുക്ക് ഏറ്റവും കണക്ട് ചെയ്യുന്ന കുക്ക് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ വേണം ഫുഡ് ഉണ്ടാക്കാം, വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. വളരെ ആലോചിച്ച് സമയമെടുത്ത് നമ്മൾ വർക്കാവാത്തൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുത്ത് ഫ്ലേവറൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു ആ ഫീൽ കിട്ടുന്ന സാധനത്തിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാത്തിനും നല്ല സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രോസസ്സിലായിരിക്കും കൂടുതൽ സമയം കളയുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. അത് എത്തിക്കാൻ പറ്റും, എല്ലാം നമുക്ക് നന്നായിട്ട് എത്തിക്കാൻ പറ്റും. ഏത് ചെറിയ കഥയും മനോഹരമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനകത്ത് എടുക്കുന്ന സമയം ഹാർഡ് വർക്കും പോലെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫഹദ് എസ് സൂര്യ പടത്തിനെ കാത്തിരിക്കുകയാണ്. അതെന്തെങ്കിലും റിയൽ ലൈഫ് കണക്ഷൻ ഉണ്ടോ? ആവേശത്തിൽ ഇപ്പോൾ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫിക്ഷൻ ആയിട്ട് സിനിമയാണ്. ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല റിയൽ ലൈഫോട്ട്. അതിന് തുടങ്ങിയോ? എന്തായി അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇപ്പോൾ ഈ 2 ആക്ടേഴ്സ് വരുന്നതുകൊണ്ട് നമ്മൾ അവർക്ക് ഈ പറയുന്ന ആക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ വീണ്ടും മാറ്റി എഴുതും, ഡ്രാഫ്റ്റ് ഉറപ്പായിട്ടും മാറ്റും. ആ കാര്യം അവരുടെ സ്പേസ് മാറും, അവരുടെ പെർഫോമൻസ് മാറും, പിന്നെ അവരുടെ മുൻ പടങ്ങളുടെ ഛായ വരാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ മാറ്റി എഴുതും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയമാണ്. ക്രിയേറ്റീവ് അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയാറില്ല. ക്രിയേറ്റീവ് നമ്മൾ എന്താ പറയുക, ഒരു നമ്മുടെ പ്രോസസ്സിൽ പോകുക എന്നുള്ളതാണ്. നമ്മളത് ക്രിയേറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നാറ്. ക്രിയേറ്റിവിറ്റി എന്നുള്ള വാക്ക് എനിക്ക് എപ്പോഴും വർക്കാവാറില്ല. എന്താ ഇത് ശരിക്കും ഒരു ക്രിയേറ്റീവ് പ്രോസസ് അല്ലേ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ ഇല്ലാത്ത സാധനമൊന്നുമില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എവിടെയോ കണ്ടും കേട്ടും ഒബ്സർവ് ചെയ്തൊക്കെ വന്ന സാധനത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരു പുതിയ സാധനമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. ആർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. അല്ല, ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടേ പോകുന്നുള്ളൂ. ഞാൻ പലപ്പോഴും ഇതൊരു ജോലിയായിട്ട് തന്നെ കാണുന്നുണ്ട്. പാഷനായിട്ടുള്ളതൊന്നുമല്ല. എന്നാൽ ഈ ജോലി കളഞ്ഞിട്ട് വേറെ പണിക്ക് വേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ സിനിമയിൽ നിന്ന് ഒരു ദിവസം ഔട്ടാവുന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഒരു പാഷനേറ്റായിട്ട് സിനിമ ചെയ്തില്ലെങ്കിൽ ചത്തുപോകും, ഇല്ലെങ്കിൽ ആക്ഷൻ പറഞ്ഞില്ലെങ്കിൽ, ആക്ഷൻ പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഞാൻ ആക്ഷനെ പറയാറില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫോർമാലിറ്റി പരിപാടിയൊന്നും ഞാൻ പിടിക്കാറില്ല. അപ്പം ഷൂട്ട് തുടങ്ങുമ്പോൾ ആക്ഷൻ പറയുന്ന ആരാ? അത് അസോസിയേറ്റ് ഉണ്ട്. നിങ്ങൾ പറയാത്ത എന്താ? ഞാനങ്ങനെ പറയണ്ടെന്ന് വെച്ചു. ഇങ്ങനെ അതൊരു അംബീഷൻ അല്ലാത്തത് പറയണ്ടെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പഠിക്കണ്ട. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസിനൊന്നും ഇപ്പോൾ ആക്ഷൻ പറയാൻ താല്പര്യമില്ല. ഓക്കെ, അവർക്ക് അതുകൊണ്ടല്ല, അവർക്കൊക്കെ ആക്ഷൻ പറയണമെന്നൊരു ആഗ്രഹം. ഞാനൊരു സിനിമയിൽ ആക്ഷൻ പറഞ്ഞ് ഒരു സിനിമ ഡയറക്റ്റ് ആക്ഷൻ കട്ട് എന്ന് പറയുന്ന സ്പേസിലോട്ട് വന്നിട്ട് സിനിമ ചെയ്യാൻ വരുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന പലരും ഇപ്പോൾ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. അവർക്കൊക്കെ മതി, ആരോട് ആക്ഷൻ പറയും, ഇതൊന്നുമില്ല കാര്യം. പടം വെള്ളിയാഴ്ച പടമെങ്കിൽ ഹിറ്റായില്ലെങ്കിൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എത്ര ആക്ഷൻ പറയുന്നെങ്കിൽ കാര്യമില്ല. അപ്പം അതല്ല നമ്മുടെ മോട്ടീവ്. അപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫെയിം, അതിൻ്റെ പ്രോസസ്സിൽ നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു,
ഇല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ പറയുന്നു, എല്ലാവരും അനുസരിക്കുന്നു, അതൊരു ഡിക്റ്റേറ്റർഷിപ്പായിട്ടാണ് തോന്നുന്നുള്ളൂ. അതൊന്നുമല്ല അതിൻ്റെ കോർ. അതിൻ്റെ കോർ നമ്മളൊരു സാധനം ഉണ്ടാക്കിയെടുക്കണം, ഒരു പ്രോസസ്സിലൂടെ പോവാണ്. അതിനെല്ലാവരും സഹായം വേണ്ടി വരും, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഞാൻ മാത്രം വിചാരിച്ചു ഞാൻ വെറുതെ ആക്ഷൻ പറഞ്ഞുകൊണ്ട് എല്ലാം നടക്കില്ല. എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം, നമ്മൾ അഭിനയിപ്പിച്ചെടുക്കണം, ആർട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം, ലൈറ്റ് മാനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ക്യാമറമാനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം, മ്യൂസിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം. ഇത് നമ്മളൊരു സൂപ്പർവൈസറാണ്. ഞാൻ അങ്ങനെ ഇതൊരു സൂപ്പർവൈസിങ് ജോലിയായിട്ടേ കാണാറുള്ളൂ. അതിനൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നേ കാണാവോ. അല്ലാതെ ഇതൊരു വലിയ ജോലിയായിട്ട് എന്താ വലിയൊരു സംഭവമായിട്ട് കണ്ടാൽ പാളി. കട്ടും പറയാറില്ല? കട്ട് പറയും. കട്ട് എനിക്കറിയാം, കട്ട് പറയാം. പക്ഷെ ആക്ഷൻ പറയുന്നത് എനിക്ക് എന്തോ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ആക്ഷന് പിന്നിൽ ഇത്രയും കഥകളുണ്ടായിരുന്നല്ലേ? എനിക്ക് എല്ലാത്തിലും തോന്നാറുണ്ട്. എല്ലാ കാര്യത്തിലും ഞാൻ ഇങ്ങനെ ആലോചിക്കും. എന്താ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം എ ഫിലിം ബൈ വിപിൻ ദാസ് എഴുതുമ്പോൾ എ ഡയറക്റ്റഡ് ബൈ എന്ന് എഴുതുമ്പോൾ എ വിപിൻ ദാസ് ഫിലിം എന്ന് എഴുതുമ്പോൾ 1000 വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റഡ് ബൈ എന്നാണ് വെച്ചിരിക്കുന്നത് എൻ്റെ ലാസ്റ്റ് കാർഡിൽ. പക്ഷേ ഞാൻ ജയജല എ ഫിലിം ബൈ എന്ന് വെച്ചിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ഞാൻ വേറൊരാൾ കഥ ഡയറക്റ്റ് ചെയ്ത് ഞാനത് എക്സിക്യൂട്ട് ചെയ്തതാണ്. മറ്റേ ഫിലിമിൽ എൻ്റെ മനസ്സിലുള്ള തോട്ട് ഞാൻ നിങ്ങളിൽ പ്രസൻറ്റ് ചെയ്താണ് ചെയ്തത്. അപ്പം ഇത് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരാളും വിപിൻ ദാസ് ഷോർട്ട് ഫിലിം എഴുതിയിരിക്കുമ്പോൾ ആലോചിക്കും ആരുടെ വിപിൻ ദാസ് എന്ന് ചോദിക്കും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം ഞാനങ്ങനെ എല്ലാ പ്രോസസ്സിലും എല്ലാ സാധനത്തിലും ഞാനത് നോക്കാറുണ്ട്. താങ്ക്സ് കാർഡിൽ പോലും ആർക്കൊക്കെ താങ്ക്സ് കൊടുക്കുമെന്ന് ഞാൻ നോക്കും. എനിക്ക് താങ്ക്സ് കൊടുക്കാനുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നത് ഞാൻ അറിയില്ല. ഞാൻ കൊടുക്കുമ്പോൾ ആർക്കും കൊടുക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് വയ്ക്കും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ എല്ലാം ഞാനങ്ങനെ ടൈറ്റിൽ വയ്ക്കുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എന്തിന് ടൈറ്റിൽ വയ്ക്കണം, ടൈറ്റിൽ ആദ്യം വെക്കണോ അവസാനം വെക്കണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇത് നമ്മളെല്ലാം കൂടെ ഒത്തിണങ്ങുമ്പോഴേ സിനിമയാവോളും തോന്നാറുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഗുരുവായൂരമ്പലനടയിൽ ഇനി ആളുകൾ കാണട്ടെ. കാണട്ടെ. താങ്ക് യു. താങ്ക് യു.